ഹായ് ഫ്രണ്ട്സ്, ഇത് ഭയങ്കര പ്രശ്നം നടക്കുന്നു വീട്ടിൽ. കാരണം വെച്ചാൽ ഒരു വയലിന് പോയിട്ട് വന്നതിന് ശേഷം ഇഞ്ഞാന്ന് വരപ്പിക്കുന്നു വീട്ടിലിപ്പം. എന്താ ചെയ്യുക? ഉസ്താദ് പറഞ്ഞ വയലിനോട് ഓക്കെ, കാര്യങ്ങൾ ഓക്കെ തന്നെയാണ് ഉസ്താദ് പറഞ്ഞ, ശരി തന്നെ, സമ്മതിച്ചു. പക്ഷെ ഇത് ഇവരെ ഏറ്റെടുക്കേണ്ട ആവശ്യം എന്താണ്? കാരണം വെച്ചാൽ ഇപ്പം വീട്ടിലേക്ക് കയറി ഇവിടെ അവർ പറയുന്ന വെച്ചാൽ കുട്ടിയൊക്കെ ചന്തയിൽ കൊടുക്ക്, പിന്നെ ചായ വേണമെങ്കിൽ എടുത്തു കുടിക്ക്, വെള്ളം വേണമെങ്കിൽ എടുത്തു കുടിക്ക്, അത് ഇതെല്ലാം പറഞ്ഞ് ഭയങ്കര അളപ്പളക്കി അവോ. പക്ഷെ നമ്മൾ ചെയ്യും. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? ഭാര്യമാർക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ മക്കന്മാർ സുഖം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? അത് നമ്മൾ കടമയല്ലേ അല്ലേ? ഇപ്പം തന്നെ ഈ ഭാര്യ കെട്ടി ബന്ധമായിട്ട് നെഞ്ചു ഇതാക്കിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതെന്ന് നമ്മൾ ചായ എടുക്കേണ്ടവരല്ല, നമ്മൾ അടിച്ചു വാരേണ്ടവരല്ല, നമ്മൾ പിന്നെ നിങ്ങൾക്ക് അലക്കി തരേണ്ടവരല്ല, അങ്ങനെ ഇങ്ങനെ ഇതാണെന്ന് പറയുന്ന സമയത്ത് ചെറിയ ചൊറിഞ്ഞ് കയറും. സംഭവം എന്ന് അറിയോ, എല്ലേ തന്നെ പണിയൊന്നുമില്ലാത്ത ടൈം ആടെ പോയി ഇരുന്ന് പിരാന്ത് പിടിച്ച് വരുന്ന ടൈമായിരിക്കും. എന്താ ചെയ്യുക? ആടുന്നും വിളിക്കുന്നു, ഈടുന്നും വിളിക്കുന്നു, ആടെയും കൊടുക്കണം, ഈടെയും കൊടുക്കണം, ഇങ്ങനെ ഇതായി വരുന്ന സമയമായിരിക്കും ഇവർ ഈ പറച്ചിലുണ്ടാവും. പക്ഷെ സുബഹാനല്ലാഹ് വേറെ വഴിയൊന്നുമില്ല. എല്ലാ സ്ഥലത്ത് വലിയ അടുക്കുക. നിങ്ങൾ പറ, നിങ്ങളെ സമയമാണ്, നിങ്ങൾ പറയാന്ന് ആ ലെവലിൽ. ഉസ്താദിന്റെ വർത്താനം കേൾക്ക്, ഉസ്താദ് പറയുന്ന കേൾക്ക്. അതിന് ശേഷമാണ് ഈ പ്രശ്നം വന്നത്. എന്റെ ഉസ്താദേ, ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അറിയുമോ? ഭക്ഷണം കഴിക്കുന്നത് സഹജമായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടല്ല, മറിച്ച് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഓരോ നേരത്തിലും ആവശ്യമായ ഭക്ഷണങ്ങൾ എനിക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്നു. ലോകത്തെ കല്യാണങ്ങളിൽ നാം പെണ്ണിന്റെയും കടമയിൽപ്പെട്ടതല്ല പല പണിയും വേണ്ട. രക്ഷപ്പെട്ടുകൊള്ളുക. നോക്കണേ, ചൂട് തരം താഴ്ത്തുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. മക്കളുടെ മുന്നിൽ വെച്ചിട്ട് പോലും ഓരോരോ ഉമ്മമാരെയും തരം താഴ്ത്തി സംസാരിക്കുന്ന ഉപ്പമാരുണ്ട് എങ്കിൽ അറിയണേ, അവളെ ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന സമയം, അല്ലെങ്കിൽ അവളെ തരം താഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം, അവളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയമുണ്ടല്ലോ. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ആരലക്കി തന്നതാ? ആരുടെ കൈ കൊണ്ട് അലക്കി ഉണക്കിയെടുത്തിട്ടാണ് നിങ്ങളെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ചിന്തിക്കണേ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ, ഒരു രൂപ പോലും എന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങാതെ അവളുടെ ഔദാര്യം എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് എന്റെ വസ്ത്രം അലക്കി തരുന്ന എന്റെ ഭാര്യയെ എനിക്ക് ചീത്ത പറയാനാവില്ലടാ, കുറ്റപ്പെടുത്താനാവില്ലടാ, അവളെ മനസ്സിനെ വേദനിപ്പിക്കാനാവില്ല.